ചെടിയെ കംപ്ലീറ്റ് ചെളിയായിരിക്കും ഇപ്പോൾ ഇത്. മൊത്തം വെള്ളം മൊത്തം കയറി കിടക്കുക. ഇന്നലെ 7 മണിക്കാണ് ഇവിടെ ഇറങ്ങി. 7 മണി വെള്ളമായിരുന്നു. ഇപ്പോൾ ഏക്ക് പെരുക്കൊണ്ട് തന്നെയാണ് കാണുന്നത്. കാണണം ഈ വെള്ളം ഇറങ്ങൂല. ഒരു കാലത്ത് വെള്ളം തീരില്ല ഇവിടുത്തെ. ഒന്നാമത് ഇവിടെ മുനിസിപ്പാലിറ്റി കൊള്ളൂല. കൗൺസിലർമാർ നമ്മൾ തന്നെയാണ് ഇവിടെ മെയിൻ. ഈ കൗൺസിലർമാരുടെ വീട്ടിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? തിരിഞ്ഞു നോക്കാറൊന്നുമില്ലായിരുന്നു. ആദ്യം നോക്കണല്ലോ. ഇപ്പോൾ ഒരു കൗൺസിലൂടെ വന്നിട്ട് പോയതല്ലാണ്ട് പിന്നെ വേറെ ആരും ഇതുവരെ പറിച്ചിട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഇത്ര ദിവസമായിട്ട് ഈ പൊക്കത്തിനുള്ളായിരുന്നു. ഏതാ വീട്? ഈ പൊക്കത്തിനുള്ളായിരുന്നു. ഇതൊക്കെ എല്ലാ വർഷവും ഉണ്ടാവുന്നതാണോ അമ്മേ? ഇല്ല, എല്ലാ വർഷവും ഉണ്ടാവാറില്ല. ആ 18 മുങ്ങിയതാണ് ഇതുപോലെ. പിന്നെ ഇങ്ങനെ മുങ്ങിയിട്ടില്ല. ഇത് വേനൽ മഴക്ക് ഇങ്ങനെ മുങ്ങുന്നുള്ളത് ഞങ്ങൾക്കറിയാൻ പാടില്ല. വേനൽ മഴ എന്ന് പറയുന്നുണ്ട്. ഇത് വേനൽ മഴയല്ല, അത് മഴയല്ല. ഇപ്പം എത്രാമത്തെ മുങ്ങല ഇത്? ഒരു പ്രാവശ്യമല്ല ഇപ്പം മുങ്ങിയേക്കണ. ഈ മഴ വന്നേ പിന്നെ 3, 4 അത് എല്ലാവരും അകത്തുനിന്നൊക്കെ തേച്ച് കഴുകി ഇറക്കി വന്ന് കയറി ഒരു സമാധാനമായി വല്ലോടത്ത് ഇരിക്കുമ്പോഴത്തേക്ക് അടുത്തത് വരെയാണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ കിടക്കാനൊന്നും ഒരു നിവൃത്തിയില്ല. നമുക്ക് ഉറങ്ങണ്ടോന്ന്. അതാണ് മെയിൻ. ഇത് ഉറങ്ങാനും കൂടി ഒരു നിവൃത്തിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? പോയി ഇറങ്ങാല്ലാണ്ട് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ചത്തു കഴിഞ്ഞാൽ ആരും അറിയൂല. ഒരു മനുഷ്യനും അറിയൂല. ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആരും തിരിഞ്ഞു നോക്കിയത് ആ ആദ്യത്തെ ആ മുങ്ങലിന് അപ്പോൾ കൗൺസിലർമാർ വന്നില്ല. HMT സ്കൂളിലെങ്ങാണ്ട് സ്കൂൾ മേടിച്ചിട്ടുണ്ട്, അവിടെ ചെല്ലാൻ പറഞ്ഞു. അതാണോ ചെയ്യേണ്ടത്? ഈ വെള്ളം ഇറങ്ങിപ്പോയുള്ള നടപടി മുൻകൂട്ടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ വെള്ളം കെട്ടുണ്ടാവുമായിരുന്നോ? അത് എന്ന് തുടങ്ങി പറയണ്ടാ? എന്ന് തുടങ്ങി ഈ വെള്ളം കെട്ടുമ്പോൾ തുടങ്ങി പറയണ്ട്. വെള്ളക്കെട്ട് അവിടെ ഉണ്ട്. ആ ഇതൊന്ന് തോടൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണെങ്കിലുണ്ട് ഇത്രയും വെള്ളക്കെട്ടുണ്ടാവൂല. ഇത് ഈ തോട് വല്ലവരും ശരിയാക്കുക. ഈ 2-3 അണ്ണാച്ചകളെ കൂടുന്ന ഈ തോടിലിട്ട് മാന്തി മണി ചപ്പും ചവറൊക്കെ ഉണ്ട്. ഞങ്ങൾ പെറുക്കി കൊണ്ടുപോയിട്ടും പിന്നെ ഇല്ല. പിന്നെ ആ ചപ്പും ചവറ് ആ മഴ കഴിയുമ്പോൾ ആ ചപ്പും ചവറും വീണ്ടും ആ തോട്ടിലേക്ക് തന്നെയാണ്. എന്ത് ചെയ്യാനാ? ഈ ജനങ്ങൾക്ക് വല്ലവരെ കൊണ്ടും പറ്റുമോ ഇതൊക്കെ? ഞങ്ങൾക്ക് ഈ പാവപ്പെട്ടവർക്ക് ഇങ്ങനെ കിടന്ന് നീന്താ. പിന്നെ ഇനി വെള്ളം ഇല്ലാത്ത സ്ഥലത്തേക്ക് അല്ലാതെ അതും പറ്റുള്ള. നമുക്ക് കാശ് കൊടുത്ത് ഇതുപോലെ അപ്പയപ്പ സ്ഥലം മേടിക്കാനും പെരണിയാനുള്ള പണം ഞങ്ങൾ കഴിവുണ്ടാ. എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണമെന്നുള്ളൊരു വിചാരമുള്ളത്. ഈ വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് സന്ധ്യ ആയി കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ കുടുംബത്തിൽ കയറി കെടുക്കാനുള്ളൊരു ഇതാ മതി. ഇതൊന്നുമില്ല. ഇതിപ്പോൾ ഇത്രയും ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടില്ല. ഇനിയിപ്പോൾ ആർക്കും എന്നെ കാണാൻ പറ്റില്ലുണ്ടാവും. ഉള്ള കാര്യം പറയണേന്നിട്ടാ എല്ലാവരും അനുഭവിക്കുവാണ്. അത് ചിന്തിക്കൂല. അങ്ങനെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു പെങ്കൊച്ചിൽ അവിടെ വെച്ച് ഇതുപോലെ വർത്താനം പറഞ്ഞതിന് ആ പെങ്കൊച്ചിനായിട്ട് ഭയങ്കര ഇതായി. പിന്നെ അങ്ങനെ നടക്കുക. അതാ പറഞ്ഞ ആരും പറയണോ ആ പറയണ ആള് പിന്നെ കൊള്ളൂല. അങ്ങനെയാണ്. അത് ചിന്തിക്കണില്ല. പറയണ ആള് പിന്നെ കൊള്ളൂല. പിന്നെ ആ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു ഇതാണ്. അത് ഈ നാട്ടുകാർക്കല്ല, നാട്ടുകാർക്ക് കുഴപ്പമില്ല, അധികാരികൾക്ക്. അത്രയും പറഞ്ഞവർ അറിഞ്ഞില്ല. വോട്ട് വാങ്ങിച്ചിട്ടല്ലേ പോയത്? ഇപ്പോഴും മേടിച്ചില്ലേ? ഇപ്പോഴും വോട്ട് മേടിച്ചിട്ടല്ലേ പോയേക്കണേ? ഇന്നത്തെ വോട്ടിന് ഇനിയും വരില്ലേ? ഈ വോട്ടാവുമ്പോ അരികിലൊക്കെ ഒന്ന് വന്ന് അത് ഒന്നും പറയാനൊന്നുമില്ല. ഒരു കവറും തന്ന ഒരു ചീടും തന്ന അവരാണ് പോകും. പിന്നെ നമ്മുടെ ഒരു ഇത് കളയണ്ടല്ലോ എന്ന് ഓർത്താണ് ഈ വോട്ട് ചെയ്യാൻ പോണേ. അല്ലാണ്ട് അധികാരികളെ കയറ്റി ഇരുത്താൻ വേണ്ടിയിട്ടല്ല ചെയ്യണേ. നമ്മുടെ ഒരു അവകാശം നമുക്ക് തരേണ്ട സംരക്ഷണം അവർ തരുന്നില്ല. ഇതേപോലെ ഇങ്ങനെ മുങ്ങി വന്ന് ഞങ്ങൾ അവിടെ പോയി ഇത് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടങ്ങളിലൊക്കെ വല്ല ഫ്ലാറ്റ് ഉണ്ടായാൽ അവർ താമസിക്കുന്നവർ അവർ കയറ്റുവാ. അവർ ചിലപ്പോൾ ഒരു ദിവസം ഒന്ന് തരുമായിരിക്കും. ഇല്ലയെന്ന് പറയണില്ല. സ്ഥലമുള്ളവരൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് കിടക്കാനൊക്കെ ഒന്ന്. ഇത് എന്തുട്ട് ചെയ്യാൻ പറ്റും? അല്ലാണ്ട് ഇപ്പം ഞങ്ങൾ NAD തന്നെ. ഞങ്ങളുടെ ആങ്ങളയുടെ വീട് അവിടെ ഉണ്ട്. അവിടെ നിന്നാണ് ഇപ്പം ഈ വന്നത്. ഇന്നലെ പാതിരാക്ക് കയത്തിന് വെള്ളത്തിൽ നീന്തി പോയി. ഒരു വീട്ടിൽ അടുപ്പുള്ളിലേക്ക് പോയി. ഞങ്ങൾ അങ്ങോട്ടും പോയി. എല്ലാവരും കൂടി ഒരു വീട്ടിലേക്ക് പറഞ്ഞാൽ കിടക്കാൻ അവിടെയും സ്ഥലം വേണ്ടേ? ഈ പാലം ഇടിഞ്ഞിട്ടുണ്ടില്ല. അല്ല അതും കൂടി തോട്ടിലേക്ക് പോവാ. പൊട്ടു വീണേക്കണ്. അതാണ്ട് വണ്ടി കയറിയെന്നാണ് ഇതുമ്മ. അതിന് ഈ വെള്ളം ഒരു ഇച്ചിരായി ഇഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും മണി വണ്ടിക്കാരും വരും. ആ വെള്ളം മുഴുവൻ അടിച്ച് പെറക്കാത്തേക്ക് ഇതിപ്പോൾ കിടക്കണ നോക്കിയേ ചെളിയും ഇതും ഒക്കെ. അതൊന്ന് അടിച്ച് കഴുകിയെടുത്ത് ഇതാക്കി വരുമ്പോഴേ മഴക്കറ് വെക്കുന്നുണ്ട്. ആ വന്ന വെള്ളം പിന്നെയും കയറും. ഇട്ട് ചെയ്യാനാ അത് കിടന്നോടത്ത് തന്നെ കിടന്നാൽ നമുക്ക് ജീവിക്കണ്ടേ? ഇനിയും ഈ മഴ മാറിക്കഴിഞ്ഞാലും ജീവിക്കണ്ടേ?